പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ രണ്ട് നൗൺസിനെ ആൻഡ് കൊണ്ട് യോജിപ്പിക്കുമ്പോഴും ഓർ ഐദർ ഓർ നെയ്തർ നോർ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഇവ കൊണ്ട് യോജിപ്പിക്കുമ്പോഴും ഇവയിൽ പെടാത്ത വാക്കുകൾ കൊണ്ട് യോജിപ്പിക്കുമ്പോഴും ആ സബ്ജക്റ്റിന് ശേഷം വരുന്ന വേർബ് എസ്സിൽ അവസാനിക്കുന്ന സിംഗുലർ വേർബായിരിക്കുമോ അതല്ല എസ്സിൽ അവസാനിക്കാത്ത പ്ലൂറൽ വേർബായിരിക്കുമോ എന്ന കാര്യമാണ് പഠിച്ചത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ചിലപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റായി എവ്രി വൺ, എവ്രിബഡി, എവ്രിതിങ്, നോ വൺ, നോബഡി, നത്തിങ്, എനി വൺ, എനിബഡി, എനിത്തിങ്, സം വൺ, സംബഡി, സംതിങ് എന്നിവയിലൊന്ന് വന്നേക്കും. അങ്ങനെ വന്നാൽ ഈ സബ്ജക്റ്റിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് സിംഗുലർ വേർബാണ് എന്ന് ഓർമ്മിക്കുക. നമ്മൾ ഈ വാക്കുകൾ കാണുമ്പോൾ തന്നെ ഇതിനൊരു പ്ലൂറൽ ലുക്ക് കാണുന്നില്ല. വാക്കുകൾക്ക് ഒരു സിംഗുലർ ലുക്കാണ് വാക്കുകൾക്കെല്ലാം ഉള്ളത്. അതുകൊണ്ട് എവ്രി വൺ, എവ്രിബഡി, എവ്രിതിങ്, നോ വൺ, നോബഡി, നത്തിങ്, എനി വൺ, എനിബഡി, എനിത്തിങ്, സം വൺ, സംബഡി, സംതിങ് ഇവയ്ക്ക് ശേഷം വരുന്ന വേർബ് എസ്സിൽ അവസാനിക്കുന്ന വേർബായിരിക്കണമെന്ന് ഓർക്കുക. എവ്രി വൺ വാസ് റെഡി ടു ഹെൽപ്പ് ഹർ എന്ന് പറയണം. എവ്രി വൺ വാസ് എന്നാണ് പറയേണ്ടത്. അതുപോലെ എവറിത്തിങ് ഹാസ് ബീൻ സ്റ്റിച്ചഡ് ബൈ ബിന്ദുസ് ഡിംപിൾ ഫിംഗേഴ്സ്. എവറിത്തിങ് ഹാസ് ബീൻ സ്റ്റിച്ചഡ്, ഹാസ്. If anyone comes to see me, please tell them to wait for some time. If anyone comes, anyone comes, anyone come എന്നല്ല. A, someone wants you on the phone. B, but no one knows I am here. Someone wants, but no one knows, no one knows. ഇതാണ് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പ്രയോഗ രീതി. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് മറ്റൊരു പ്രയോഗത്തെക്കുറിച്ചാണ്. ചിലപ്പോൾ സെൻറ്റൻസിൽ സബ്ജക്റ്റായി വരുന്ന ഭാഗത്ത് ഈച്ച് ഓഫ്, എവ്രി വൺ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ് എന്നിങ്ങനെ കാണാം. ഇവയ്ക്ക് ശേഷം പ്ലൂറൽ നൗണാണ് വരിക. പക്ഷേ വേർബ് സിംഗുലർ ആയിരിക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്ലൂറലിന് ശേഷമാണ്, പ്ലൂറൽ നൗണിന് ശേഷമാണ് വേർബ് വരിക. അപ്പോൾ പ്ലൂറൽ നൗണ് കണ്ടാൽ അതിന് തൊട്ട് ശേഷം വരുന്ന വേർബ് എന്ന നിലയിൽ അതിന് എസ് ഇല്ലാത്ത വേർബ് ഉപയോഗിക്കരുത്. അപ്പോൾ ഈച്ച് ഓഫ്, എവ്രി വൺ ഓഫ്, ഐദർ ഓഫ്, നൈദർ ഓഫ് എന്നിവയാണ് ഈ വാക്കുകൾ. ഇവയ്ക്ക് ശേഷം പ്ലൂറൽ നൗണ് വരും, പക്ഷെ വേർബ് സിംഗുലർ ആയിരിക്കും. നമ്മളിങ്ങനെ ഇവയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇവ ഇങ്ങനെ നിയമങ്ങൾ പഠിച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഈ നിയമങ്ങൾ മറന്നുപോയേക്കും. അപ്പോൾ ഇവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകി ശീലിക്കുക എന്ന് വേണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ നിയമങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മളിങ്ങനെ കുറേ നിയമങ്ങൾ പഠിവെക്കും, പിന്നീട് അത് മറന്നുപോകും. ചോദ്യം കാണുമ്പോൾ ഇവിടെ എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന കൺഫ്യൂഷൻ ഉടലെടുക്കുകയും ചെയ്യും. അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ കഴിയുന്നത്ര ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നൽകി ശീലിക്കണം. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. അപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ നിയമങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ നമ്മളിലേക്ക് കടന്നു വരും. തുടക്കത്തിൽ തെറ്റുകൾ സംഭവിക്കും,
പക്ഷെ ആ തെറ്റുകളിൽ നിന്ന് പിന്നീട് നമ്മൾ ശരികളിലേക്ക് പോവും. അങ്ങനെ ഈ ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്ത് ശീലിച്ചാൽ, ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്തി ശീലിച്ചാൽ, ഇങ്ങനെ ഒരു പ്രാക്ടീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത്തരത്തിലുള്ള ഏത് ചോദ്യം വരുമ്പോഴും ഉത്തരം ഏതാണെന്ന് എളുപ്പത്തിൽ പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ എവരി വൺ എവരിബഡി പോലുള്ള സബ്ജക്റ്റ് വന്നാൽ അത് സിംഗുലർ ആണെന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. അതിൽ പ്ലൂറലിനെ കാണിക്കുന്ന എവരി വൺസ്, എവരി ബഡീസ്, എവരി തിങ്സ് അങ്ങനെയൊന്നുമില്ല, പ്ലൂറലില്ല. അത് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ഈച്ച് ഓഫ് വരുമ്പോൾ എവരി വൺ ഓഫ്, ഐദർ ഓഫ്, അതുപോലെ നൈദർ ഓഫ് ഒക്കെ വരുമ്പോൾ നമ്മൾക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടായേക്കും. കാരണം ഈച്ച് ഓഫ് കഴിഞ്ഞിട്ട് വരുന്നത് പ്ലൂറൽ നൗണാണ്. ഉദാഹരണം നോക്കാം. ഈച്ച് ഓഫ് ദ ഹോംസ് ഹാസ് എ സെക്യൂരിറ്റി സിസ്റ്റം. ഈച്ച് ഓഫ് ദ ഹോംസ് ഹാവ് എന്ന് വരുന്നില്ല. ഹോംസ് ആണെങ്കിൽ ഹാവ് ആണ് വരേണ്ടത്. ഹോംസിനെ അല്ല ഇവിടെ പരിഗണിക്കുന്നത്, ഈച്ചിനെയാണ് പരിഗണിക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സാധാരണ പൊതുവെ ഇംഗ്ലീഷിൻ്റെ സബ്ജക്റ്റ് എടുത്താൽ ഈ സബ്ജക്റ്റ് ഒരു നൗണ് അല്ലെങ്കിൽ ഒരു പ്രോനൗണ്, അതല്ലെങ്കിൽ ഒരു ING വേർബ് നൗണായിട്ട് ഉപയോഗിക്കുന്നത്, അതായത് ജെറൻഡ്. അപ്പോൾ വേർബൽ നൗൺ എന്ന് പറയും. അപ്പോൾ ING നൗൺ, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, അതിലെ സ്മോക്കിംഗ് അങ്ങനെയാണ് വരിക. ആ വരുന്ന നൗണ് സ്വതന്ത്രമായിട്ടാണ് ഉണ്ടാവുക. അതായത് ആ നൗണിൻ്റെ മുമ്പിൽ ഒരു പ്രപ്പോസിഷൻ ഉണ്ടാവാറില്ല. അപ്പം നമ്മൾ സാധാരണ അതിൽ പറയുമ്പോൾ രാജു ഈസ് എ ഗുഡ് ഡോക്ടർ എന്ന് പറയുന്നു. ഇവിടെ രാജു എന്നേ ഉള്ളൂ. എന്നാൽ ഫ്രം രാജു അല്ലെങ്കിൽ ഓഫ് രാജു എന്ന് വന്നു പോയാൽ അതൊരു സബ്ജക്റ്റായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല. ഇപ്പൊ വിത്ത് രാജു എന്ന് കണ്ടാൽ ഈ രാജുവിനെ, വിത്തിൻ്റെ കൂടെ രാജു വന്നു കഴിഞ്ഞാൽ ഈ രാജുവിനെ നമ്മൾ സബ്ജക്റ്റായിട്ട് പരിഗണിക്കുന്നത്. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ പ്രിപ്പോസിഷൻ അതിന് മുമ്പിൽ ഉണ്ടാവില്ല. ഇത് ഒരു പൊതുവായ നിയമമാണ്. അപ്പോൾ അമേരിക്ക ഈസ് വൺ ഓഫ് ദ റിച്ചസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ് എന്നാണ് പറയുന്നതെങ്കിൽ അമേരിക്ക എന്നത് സബ്ജക്റ്റാണ്. എന്നാൽ ബൈ അമേരിക്ക എന്നോ, ഇൻ അമേരിക്ക എന്നോ, വിത്ത് അമേരിക്ക എന്നോ, ഫോർ അമേരിക്ക എന്നോ, ഫ്രം അമേരിക്ക എന്നോ ഒക്കെ വന്നു പോയാൽ അത് എന്തല്ല, അതൊരു സബ്ജക്റ്റ് അല്ല. ഇവിടെ നമ്മൾ നോക്കുക, ഈച്ച് ഓഫ് ദ ഹോംസ് എന്നുള്ള, ഓഫ് ദ ഹോംസ് എന്നുള്ള, അവിടെ ഹോംസ് എന്ന് മാത്രമല്ല ഉള്ളത്, അതിന് മുമ്പിൽ ഓഫ് എന്ന ഒരു പ്രിപ്പോസിഷൻ കാണുന്നുണ്ട് എല്ലാത്തിൻ്റെ മുമ്പിലും. എവരി വൺ ഓഫ് ദ സ്റ്റുഡൻസ്, വൺ ഓഫ് ദ സ്റ്റുഡൻസ്, സ്റ്റുഡൻസ്, ദ സ്റ്റുഡൻസ് എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ അവിടെ ആറ് തന്നെ വെക്കണം. ഹോംസ് എന്ന്, ദ ഹോംസ് എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ ഹാവ് തന്നെ വെക്കണം. അതുപോലെ നൈദർ ഓഫ് ദ ഡിക്ഷണറീസ് എന്നാണുള്ളത്. നൈദർ ഓഫ് എന്നില്ല, ദ ഡിക്ഷണറീസ് എന്ന് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ ആറ് വെക്കണം. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ യും എവരി വണ്ണിനെയും നൈദറിനെയും ഐദറിനെയുമാണ് നമ്മൾ ഒറിജിനൽ സബ്ജക്റ്റ് ആയിട്ട് കണക്കിലെടുക്കുന്നത്. അതിൽ ഓഫ് ദ ഹോംസ്, ഓഫ് ദ സ്റ്റുഡൻസ്, ഓഫ് ദ ഡിക്ഷണറീസ്, ഓഫ് ദം ഇവയെ പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സിംഗുലർ വേർബാണ്. അപ്പോൾ ഈച്ച് ഓഫ് ദ ഹോംസ് ഹാസ് എ സെക്യൂരിറ്റി സിസ്റ്റം. എവറി വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഈസ് വില്ലിംഗ് ടു കോപ്പറേറ്റ് വിത്ത് us. Neither of the dictionaries is useful.
ഐദർ ഓഫ് ദം വാസ് ടു ഹാവ് ബീൻ പണിഷ്ഡ്. ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. പിന്നെ ഇതുപോലെ തന്നെ വരുന്ന മറ്റൊരു പ്രയോഗമാണ് നൺ ഓഫ്. ഈ നൺ ഓഫ് വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഏത് പ്രയോഗത്തിലും ഈ ഓഫ് വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പിലുള്ള വേർഡ് നോക്കുക. അതിൻ്റെ മുമ്പിലുള്ള വേർഡ് പ്ലൂറൽ ആണെങ്കിൽ, ഈ ഓഫിന് മുമ്പിലുള്ള വേർഡ് പ്ലൂറൽ ആണെങ്കിലേ പ്ലൂറൽ വേർബ് ആവശ്യമുള്ളൂ. ഈ നൺ ഓഫ് ഉപയോഗിക്കുമ്പോൾ സാധാരണ സിംഗുലർ വേർബാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പ്ലൂറൽ വേർബും ഉപയോഗിക്കാറുണ്ട്. ഈ നൺ ഓഫ് ദ പോലുള്ള പ്രയോഗങ്ങളിലെ ഒരു പ്ലൂറൽ പ്രോനൗൺ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലൂറൽ വേർബ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കൊടുത്ത സെന്റൻസ് നോക്കുക. നൺ ഓഫ് ദ ബുക്സ്, നൺ ഓഫ് ദ ബുക്സ് ഈസ് യൂസ്ഫുൾ, നൺ ഈസ് യൂസ്ഫുൾ, അങ്ങനെയാണ്. ഇഫ് എനി ഓഫ് ദ ഡിക്ഷണറീസ് സൂട്ട്സ് യു ഐ വിൽ ബൈ ഇറ്റ് ഫോർ യു. എനി സൂട്ട്സ്. ഡിക്ഷണറീസിനെ നമ്മൾ പരിഗണിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സിംഗുലർ വേർബാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഈ നണ്ണിന് ഇപ്പം നൺ ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് പെയ്ഡ് ദെയർ ഫീസ്. ദെയർ അവിടെ പ്ലൂറലാണല്ലോ, ദെയർ. അങ്ങനെ വന്നാൽ നമുക്ക് പ്ലൂറൽ വേർബ് ഉപയോഗിക്കാം. അങ്ങനെ ഒരു നിയമമുണ്ട്. അവിടെ സിംഗുലർ വേർബ് ഉപയോഗിച്ചാൽ അത് 100% തെറ്റാണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും സാധാരണ ഈ ദെയർ എന്ന പ്ലൂറൽ പ്രോനൗൺ, ദെയ്യുടെ മറ്റൊരു രൂപമാണല്ലോ ദെയർ. ഇപ്പോൾ ദെയ് പ്ലൂറലാണല്ലോ. പ്ലൂറൽ പ്രോനൗണ് വന്ന കാരണത്താൽ പ്ലൂറൽ വേർബ് ഉപയോഗിക്കാമെന്ന് നിയമം പറയുന്നുണ്ട്. അത് പ്രകാരം പ്ലൂറൽ ഉപയോഗിക്കാം. ഇപ്പോൾ നൺ ഓഫ് ദ സ്റ്റുഡൻസ് ഹാവ് പെയ്ഡ് ദെയർ ഫീസ് എന്ന് പറയാം. ഈ ദെയർ ഇല്ലെങ്കിലോ നമുക്ക് ഹാസ് വെച്ചാൽ മതി. നൺ ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് പെയ്ഡ് ദ ഫീസ് എന്ന് പറഞ്ഞാൽ മതി. ഇനി ഈ നൺ ഓഫിനോ എനി ഓഫിനോ ശേഷം വരുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ, അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെ അതിന് പ്ലൂറൽ ഫോമില്ല, എപ്പോഴും സിംഗുലർ വേർബേ വരികയുള്ളൂ. ഇപ്പം നൺ ഓഫ് ദ വാട്ടർ വാസ് വേസ്റ്റഡ്. വാട്ടർ അൺകൗണ്ടബിൾ നൗണാണ്, എണ്ണാൻ കഴിയില്ല. ഇഫ് എനി ഓഫ് ദ വാട്ടർ ഈസ് വേസ്റ്റഡ് വി വിൽ നോട്ട് അലൗ യു ടേക്ക് മോർ വാട്ടർ. ഇപ്പോൾ വാട്ടർ വന്നാൽ ഈ പ്രശ്നം വരുന്നില്ല. വാട്ടർ പോലെ മിൽക്കെന്നോ അല്ലെങ്കിൽ റൈസെന്നോ വീറ്റെന്നോ ഓയിലെന്നോ അങ്ങനെ എന്തെങ്കിലും അൺകൗണ്ടബിൾ നൗണാണ് നൺ ഓഫിനും അല്ലെങ്കിൽ എനി ഓഫിനും ശേഷം വരുന്നതെങ്കിൽ ഈ പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പോൾ ഈ നൺ ഓഫ് എനി ഓഫിന് ശേഷം പ്ലൂറൽ നൗണും വരും, അൺകൗണ്ടബിൾ നൗണും വരും. അൺകൗണ്ടബിൾ നൗൺ വന്നാലും പ്ലൂറൽ നൗൺ വന്നാലും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് സിംഗുലർ വേർബാണ്. പക്ഷെ പ്ലൂറൽ നൗണ് വരുന്ന സമയത്ത് അതിന് ശേഷം വരുന്ന സെൻറ്റൻസിൻ്റെ ഭാഗത്തൊരു പ്ലൂറൽ പ്രോനൗൺ ഉണ്ടെങ്കിൽ നമുക്ക് പ്ലൂറൽ വേർബ് ഉപയോഗിക്കാം. അങ്ങനെ ഒരു പ്ലൂറൽ പ്രോനൗണൊന്നുമില്ല, പ്ലൂറലിനെ കാണിക്കുന്ന ഒരു വാക്കും കാണുന്നില്ലെങ്കിൽ നമുക്ക് സിംഗുലർ വേർബ് ഉപയോഗിക്കാം. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടതായ കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അതിനുള്ള ഉത്തരം നൽകി പരിശീലനം തുടരുക. അതിലൂടെ നമുക്ക് ഈ നിയമങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതാണ്.